ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഒരുപാട് രോഗികൾക്ക് ആശ്രയമാകേണ്ട, അത്താണിയാകേണ്ട ഒരു ഡോക്ടർ ഇന്ന് തന്റെ സ്വന്തം ജീവന് വേണ്ടി ഈ ലോകത്തിന്റെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിക്കുന്ന വല്ലാത്തൊരു സങ്കടകരമായ കാഴ്ചയാണ് പ്രിയമുള്ളവരെ ഇത്. ഞാൻ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് MBBS പഠിച്ചത്. എൻ്റെ പപ്പ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചത്. എല്ലാവരും എന്നെ സഹായിക്കണം. ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചു, ഒരുപാട് ആളുകളിൽ നിന്ന് വളരെ ലോണുകളെടുത്തും ബാങ്കുകളിൽ നിന്ന് ലോണുകളെടുത്താണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ ഏകദേശം 8 വർഷത്തോളം ISLE എന്ന രോഗം ബാധിച്ചു. രോഗം ബാധിച്ചതോടെ അവളുടെ 2 കിഡ്നിയും ഫെയിലുകളാവാൻ ഇടയായി തീർന്നു. അവളുടെ വളരെ കഷ്ടതയിലും വേദനയിലുമായിരിക്കുന്നു. എൻ്റെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും പോകുന്നത്. പക്ഷേ ഞാൻ മുമ്പ് ആരുടെയും കൈ നീട്ടിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ മകളുടെ ആവശ്യത്തിനായി ഞാൻ എൻ്റെ നാട്ടുകാരോടും എൻ്റെ സഹപ്രവർത്തകരോടും എൻ്റെ പ്രവാസികളോടും ഞാൻ യാചിക്കുകയാണ്. ഇങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ ഇന്ന് ഈ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും. കാരണം ഒരു ഡോക്ടർ തന്റെ ജീവന് വേണ്ടി ഈ ലോകത്തിന്റെ മുന്നിൽ കൈകൂപ്പേണ്ടി വന്ന വല്ലാത്തൊരവസ്ഥയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. ഒരുപാട് രോഗികൾക്ക് ആശ്രയമാകേണ്ട, ഒരുപാട് രോഗികൾക്ക് പ്രതീക്ഷയാകേണ്ട, ഒരുപാട് രോഗികളെ സംരക്ഷിക്കേണ്ട ഒരു ഡോക്ടറാണ് ഇന്ന് സ്വന്തം ജീവന് വേണ്ടി ഈ കാരുണ്യ ലോകത്തിന്റെ മുന്നിലേക്ക് കൈകൂപ്പുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ മാനൂർ വാർഡിൽ താമസിക്കുന്ന ബ്ലസ്സി ഏഞ്ചൽ എന്ന് പറയുന്ന MBBS പഠിച്ച് പൂർത്തീകരിച്ച ഒരു ഡോക്ടറുടെ നിസ്സഹായ അവസ്ഥയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് തന്റെ പിതാവ് തന്നെ പഠിപ്പിച്ചത്. ഒരുപാട് ബാധ്യതകളൊക്കെ ആയിട്ടാണ് തന്റെ പിതാവ് പഠിപ്പിച്ചത്. മാരകമായ ബ്ലഡ് ക്യാൻസറിനെ പോലും തരണം ചെയ്തുകൊണ്ട് തന്റെ പിതാവ് തന്നെ സംരക്ഷിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇന്ന് നെഞ്ചു പൊട്ടി കരയുകയാണ് പ്രിയപ്പെട്ട ഡോക്ടർ ബ്ലസ്സി ഏഞ്ചൽ എന്ന ഈ സഹോദരി. ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്റെ അപ്പൻ വളർത്തിയ തന്റെ പൊന്നുമോള് ഒരുപാട് പ്രതീക്ഷയോടുകൂടി തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന കാത്തിരിപ്പോടുകൂടി നമുക്ക് മുന്നിൽ കൈകൂപ്പി തന്റെ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും മറികടന്ന് തന്റെ സ്വപ്നമായ ഡോക്ടർ എന്ന അല്ലെങ്കിൽ MBBS പഠിച്ചിട്ട് ഒരുപാട് രോഗികൾക്ക് ആശ്രയമാകണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ 7 വർഷക്കാലം SLE എന്ന് പറയുന്ന രോഗത്തോട് പടപൊരുതിയാണ് ആ പൊന്നുമോൾ MBBS എന്ന ഈ ലക്ഷ്യം പൂർത്തീകരിച്ചത്. പക്ഷേ അവസാനം വിധി എന്നോണം 2 വൃക്കകളും നഷ്ടപ്പെട്ട് ഇന്ന് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് വൃക്ക മാറ്റി വെക്കാൻ ആവശ്യമായ 30 ലക്ഷം രൂപയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഒരുപാട് രോഗികൾക്ക് പ്രതീക്ഷയാകേണ്ട, ഒരുപാട് രോഗികൾക്ക് അത്താണിയാകേണ്ട ഒരു യുവ ഡോക്ടറാണ് ഇന്ന് തന്റെ ജീവന് വേണ്ടി ഈ കാരുണ്യ ലോകത്തിന്റെ മുന്നിൽ കൈകൂപ്പുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലസ്സി മോൾക്ക് വേണ്ടി നിങ്ങളെ സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഈ ബ്ലസ്സി മോള് അവരുടെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അനുഭവത്തിൽ നിന്ന് അവർ പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർ ധാരാളം കടങ്ങൾ വാങ്ങിയും ലോൺ എടുത്തുമൊക്കെയാണ് ആ കൊച്ചിനെ പഠിപ്പിച്ച് പൂർത്തിയായി ഭവനത്തിലെത്തുമ്പോൾ രോഗിയായി 2 കിഡ്നിയും അതിൻ്റേതായ ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഡയാലിസിസിലൊക്കെ ആയിരിക്കുന്നു. അതിൻ്റെ ചികിത്സ സഹായത്തിന് വേണ്ടി 30 ലക്ഷത്തിന് രൂപയുടെ അധികം ചിലവുണ്ട്. ആ കുടുംബത്തിന് താങ്ങാൻ ഇനി ഒന്നുമില്ല. അതുകൊണ്ട് ഈ എന്നെ ശ്രവിക്കുന്ന ശ്രോതാക്കൾ എല്ലാവരും ഒരു സ്വന്തം കുഞ്ഞിനെ എന്നുള്ളതുപോലെ ആ കുഞ്ഞിനെ സഹായിക്കണം, അതിനെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് രാജ്മോഹൻ, വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. വെള്ളട ഗ്രാമപഞ്ചായത്തിൽ തുടക്കോട് ഡേവിഡ് അവരുടെ മകൾ ബ്ലസ്സി മോൾ ഇവ ഡോക്ടറാണ്. ഡോക്ടർ MBBS കഴിഞ്ഞതിന് ശേഷം ഒരു മാരകമായ രോഗം നിമിത്തം കിഡ്നി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുടുംബമാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒട്ടനവധി സഹായങ്ങൾ നൽകി
ആ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇനിയും 10-30 ലക്ഷം രൂപയോളം വേണ്ടിവരും. അതിനാവശ്യമായ സഹായം നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയൂ. വടക്കോട് JSC ചർച്ചിലെ സഭാ പാസ്റ്റർ ഷാജിയാണ് ഞാൻ. ഞങ്ങളുടെ സഭയുടെ ഒരു അംഗമാണ് ബ്ലസ്സി മോള്. വളരെ പ്രതീക്ഷയോടെ അവരുടെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് MBBS പഠനത്തിനായിട്ട് അവൾ അയച്ചു. പക്ഷേ പഠനം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വരുമ്പോൾ അവൾ രോഗിയാണെന്ന് അറിയപ്പെടുകയും തുടർന്ന് 2 കിഡ്നിയും തകരാറായി ഇപ്പോൾ ചികിത്സയിലാണ്. അവളുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഒരു ധനസഹായം ഞങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. 30 ലക്ഷത്തിലധികം വേറെ സാമ്പത്തികം ആവശ്യമുണ്ട്. വളരെ കഷ്ടതയിലുള്ള കുടുംബമാണ്. ഇത് കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാവരും ദയവായും ആ കുഞ്ഞിനെ സഹായിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന് താഴ്മയായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. വെള്ളട ഗ്രാമപഞ്ചായത്തിലെ മാനൂർ വാർഡിലെ വാർഡ് മെമ്പറും വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ് ഞാൻ. എൻ്റെ പേര് സരള വിൻസെൻ്റാണ്. ബ്ലസ്സി ഏഞ്ചൽ എന്ന യുവ ഡോക്ടർ വളരെ ദാരിദ്ര്യത്തിൽ നിന്നാണ് പഠിച്ചൊരു ഡോക്ടറായത്. എന്നാൽ ഡോക്ടർ പഠനം കഴിഞ്ഞ ശേഷം ബ്ലസ്സിക്ക് വളരെ മാരകമായ രോഗം പിടിപെടുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കാത്ത വിധം കുടുംബം വളരെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുന്ന ഈ സമയത്ത് കുട്ടിയുടെ കിഡ്നി മാറ്റി വയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒത്തിരി പൈസ ചിലവുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 30 ലക്ഷത്തിലധികം രൂപ ചിലവുണ്ട്. എൻ്റെ പേര് നളിനകുമാറാണ്. ഞാൻ വെള്ളട പഞ്ചായത്തിലെ മെമ്പറാണ്. നമ്മളെ ബ്ലസ്സി മോള് വർഷങ്ങളായി ഇങ്ങനെ ചികിത്സയിൽ സുഖരാ കിടക്കുകയാണ്. നമ്മളെ പരമാവധി നാട്ടുകാരെന്നുള്ള സഹായമൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പരമാവധി സഹായം പുറത്തു നിന്ന് കിട്ടേണ്ട ആവശ്യമുണ്ട്. നമ്മളെ കുഞ്ഞുമോളെന്ന് പറഞ്ഞത് അവളെ ഈ സേവനം നടത്തി ആളെ സഹായിക്കുന്ന താല്പര്യക്കാരിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുഖം വരുത്തുന്നതിന് വേണ്ടി എല്ലാവരെയും സഹായം ഇതിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു.